ഇടുക്കി കുമളിയിൽ KSU അക്രമം. SFI നേതാവിന് പരിക്ക്. പിരിമേട് ഏരിയ കമ്മിറ്റി അംഗം അലക്സിനാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. വിവരങ്ങളുമായി അഖിൽ TS കൂടി ചേരുകയാണ്. അഖിൽ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഘർഷത്തിന്റെ കാരണം? നിലവിലത്തെ സാഹചര്യം എന്താണ്? കുമളി സത്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി ചട്ടവിരുദ്ധമായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയതായി SFI പരാതി ഉന്നയിച്ചിരുന്നു. SFIയുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയൻ പിടിക്കുമെന്ന് മനസ്സിലായതോടെ മാനേജ്മെന്റ് KSUമായി ഒത്തുകളിച്ചാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയതെന്നാണ് SFI പ്രവർത്തകരുടെ ആരോപണം. MG യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതിനു മുൻപ് തന്നെയായി മുന്നറിയിപ്പില്ലാതെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു മാനേജ്മെന്റിന്റെയും KSUവിന്റെയും നീക്കം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13 സീറ്റിൽ 8 സീറ്റ് SFI നേടിയെങ്കിലും മാനേജ്മെന്റും KSUവും ചേർന്ന് SFI പാനലിൽ വിജയിച്ച വിദ്യാർത്ഥികളെ സമ്മർദ്ദവും ഭീഷണിയും മുഴക്കി കോളേജിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇത്തരത്തിൽ KSUവിന് അനുകൂലമായി വോട്ട് ചെയ്യിച്ച് SFIയുടെ വിജയം അട്ടിമറിച്ചു. ഇതേ തുടർന്നാണ് കോളേജിൽ സംഘർഷം ഉണ്ടാകുന്നത്. SFI പ്രവർത്തകനായ അലക്സ് K സാബുവിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനായ അഭിജിത്ത്, ഫിഗോ തുടങ്ങിയ KSU നേതാക്കളടക്കം 12 പേർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. നിലവിൽ അലക്സിന്റെ കൈക്കും കഴുത്തിനും അക്രമത്തിൽ പരിക്കേറ്റ അലക്സിനെ നിലവിൽ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ റെജി വർഗീസിന്റെയും മാനേജർ തോമസ് പുതുപ്പറമ്പിലിന്റെ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനമെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥി പറയുന്നത്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ നിലവിൽ കുമളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. സിന്ധൂരി.